കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. ടെമ്പിൾ ഡേറ്റ് വിത്ത് മൈ മദർ ആണ്. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് സദ്യ കഴിച്ച് ചെറിയൊരു സീനായി. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്നൊന്ന് അമ്പലത്തിൽ വരെ പോകണം കേട്ടോ. കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. സോ സമയം വന്നിട്ട് 10:30 ആവും. ഞാനും എൻ്റെ അമ്മയും കൂടെ ടെമ്പിൾ ഡേറ്റ് വിത്ത് മൈ മദറാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാനും അമ്മയും കൂടെ വിചാരിച്ചു, ഞാനല്ല അമ്മയാണ് പറഞ്ഞത് അമ്പലത്തിലൊക്കെ പോവാമെന്ന്. സോ എന്തായാലും ഞാൻ കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്, അപ്പോൾ പോയിട്ട് വരാമെന്ന് കരുതി ഞാനിപ്പോൾ ഇറങ്ങിയിരിപ്പുണ്ട്. എൻ്റെ മുടി കുറച്ചൊന്ന് ഉണങ്ങാനുണ്ട്. അമ്മ ഒരുങ്ങുവാണ്. അമ്മ ഒരുങ്ങിയിട്ട് നമ്മളപ്പം തന്നെ ഇറങ്ങും. നമ്മളിന്ന് പോകുന്നത് പത്മനാഭ സ്വാമി ടെമ്പിളിലും അതേപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലുമാണ്. പിന്നെ പറ്റുമെങ്കിൽ വേറെ അമ്പലത്തിൽ കയറാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടേ. എന്തമ്മ ഇത്ര ലേറ്റ്? ചിരിക്കണ? നമ്മളിനി അവിടെ എത്തിയിട്ട് വിശേഷം കാണിക്കാം. നമ്മൾ ബസ്സിലാണേ പോകുന്നത്. ഓങ്ങമോട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് കിഴക്കേക്കോട്ട ബസ് കയറും. കുട പോലും എടുത്തില്ല, നല്ല വെയിലുണ്ട്. അങ്ങനെ നമ്മൾ കിഴക്കേക്കോട്ട എത്തിയേ. കിഴക്കേക്കോട്ടയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ട് ഓപ്പോസിറ്റാണ് പഴവങ്ങാടി ക്ഷേത്രം. അവിടെ എത്തിയ പാടെ തന്നെ അമ്മ എന്നെ കൊണ്ട് തേങ്ങ ഉടപ്പിച്ചു. പക്ഷെ നേരെ അങ്ങോട്ട് പൊട്ടിയില്ല. അവിടെ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നേരെ പോയത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ പൈങ്കിനി ഉത്സവം നടക്കുമല്ലോ. അപ്പോൾ പഞ്ചപാണ്ഡവന്മാരുടെ സ്റ്റാറ്റ്യൂസ് ഒക്കെ കാണാൻ പറ്റും. ലോർഡ് കൃഷ്ണന്റെ വെൽ ഡിവോട്ടിയാണ് എൻ്റെ അമ്മ. ഓക്കെ, ഇനി എങ്ങോട്ടമ്മ പോണ? ഇനി നമ്മൾ കരിക്കകത്താണ് പോണത്. നല്ല വെയിലുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബസ്സിൽ കയറി കരിക്ക ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബസ് കറക്റ്റ് ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ കൊണ്ടിറക്കി. സമയം ഏകദേശം 1 മണിയായേ. നട അടയ്ക്കാറായെന്നും പറഞ്ഞ അമ്മ ഓടെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നട അടച്ചു. നമുക്ക് അമ്മേനെ കാണാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അന്നദാനത്തിന് ക്യൂ നിൽക്കുവാണ്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂടൊന്ന് മാറ്റാൻ വേണ്ടി ഐസ്ക്രീം ഒക്കെ കുടിച്ചു. നല്ല ആളും ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ദേവീനെ രഥത്തിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണാം. അന്നദാനത്തിന് 1.5 മണിക്കൂറിൽ കൂടുതൽ എന്തോ നിന്നായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് വെയിലത്ത് നിന്നെങ്കിലും നല്ലൊരു സദ്യ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇനി ഈ സദ്യ കഴിച്ച് വെയിലും കൊണ്ട് നടന്ന് ബസ്സിൽ കയറി വീട്ടിൽ പോണോലോ എന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് അത്രയും വയ്യായിരുന്നു. കുറേ നേരം ക്യൂ നിന്ന് അന്നദാനത്തിന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ അമ്മയ്ക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് പിന്നെ ബസ് കയറി. കിഴക്കേക്കോട്ട ബസ് കയറി പാളയത്തിറങ്ങി. പാളയത്തുനിന്ന് ചിറയൻകീഴ് ബസ് വന്ന് ചിറയൻകീഴ് ബസ്സിൽ കയറി പൊങ്ങമൂട് ഇറങ്ങിയ ഉടനെ ഞാൻ ഫാസ്റ്റിന് നടന്നു വരുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിൽ വന്ന് ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഒട്ടും വയ്യായിരുന്നു. പിന്നെ എനിക്ക് സദ്യ കഴിച്ച് ചെറിയൊരു സീനായി, ചെറിയ വയറ്റിന് സീനായി. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വയ്യ ഗൈസ്. അമ്മയൊക്കെ കൂളായിട്ട് നടന്നു വരണം. എനിക്കൊട്ടും വയ്യായിരുന്നു. ഞാൻ കുറേ നാളായില്ല ഇങ്ങനെയൊക്കെ പോയിട്ട്. വെയിലും കൊണ്ട് ടാൻ അടിച്ചെന്ന് തോന്നണം. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ തിരിച്ചു വരുമ്പം ഭയങ്കര വ്ളോഗൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിരുന്നേനും ഒന്നിനും പറ്റിയില്ല. വന്ന പാടെ കിടന്ന് ഉറങ്ങി. അത്ര തന്നെ. ഇപ്പം എണീറ്റ് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ലാന്ന്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വയ്യ, തലയൊക്കെ ഭയങ്കര പെരുപ്പുണ്ട്. അപ്പം ഇപ്പോഴത്തെ വെയിൽ അത്രയും ഭയങ്കര രൂക്ഷമാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ ഹാവ് എ നൈസ് ഡേ ഗൈസ്. ബൈ.